Hello dear students. So let's continue our discussion on Newton's laws of motion. നമ്മൾ ഇതുവരെയുള്ള സെഷൻസിൽ ന്യൂട്ടൻ്റെ 3 നിയമങ്ങളും ചലന നിയമങ്ങളും അവയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവയുടെ മീനിങ് എന്നിവയൊക്കെ വളരെ ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. Now we will embark upon discussing the Newton's laws or verifying the Newton's laws through experiments. Okay, how we can verify the Newton's laws through experiments. That is our topic. അപ്പോൾ നമ്മൾ ഒരു കാര്യം പൊതുവെ മനസ്സിലാക്കാനുള്ളൂ. നമുക്കറിയാം നമ്മൾ ഫിസിക്സിൽ ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാറുണ്ട്. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അല്ലെ, നിങ്ങൾ നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിലെ അല്ലെങ്കിൽ +2 ക്ലാസ്സുകളിലെ ലാബുകളൊക്കെ ഓർക്കുവാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് വി യൂസ് ടു ഡു. അല്ലേ, ഓംസ് ലോ ബന്ധപ്പെട്ടുള്ള, അല്ലെ പൊട്ടൻഷ്യോമീറ്റർ ബന്ധപ്പെട്ടുള്ള, മേ ബി മാഗ്നറ്റ്സ് കൊണ്ടുള്ളത്, ഒപ്റ്റിക്സിലുള്ള, അല്ലെ ലെൻസസും മിറേഴ്സും വെച്ചുള്ളത്. അപ്പം വിവിധ തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത്തരം മേഖലകളിലെ എക്സ്പെരിമെൻറ്റ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും വിഷമമേറിയ ഒരു മേഖലയാണ് മെക്കാനിക്സിൻ്റേത്. So we can say that, we can conclude that the experiments in mechanics is one of the, or I can say it is the hardest ones to be carried out in physics. Because the reason you can understand, because the experiments in mechanics are usually complicated by the presence of some forces, disturbing forces such as gravity and friction. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ ഗ്രാവിറ്റിയുടെ ഒരു സ്വാധീനം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. ഓക്കെ, സോ ഗ്രാവിറ്റി ഉണ്ടാവും. അതുപോലെ ഫ്രിക്ഷൻ, യുനോ, ഓക്കെ, നമുക്ക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒമ്നി പ്രസൻ്റ് ആയിട്ടുള്ള ഏറിയ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൽ എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഗുണമാണ്, അതുകൊണ്ട് ദർ ആർ ലോട്ട് ഓഫ് ഡ്രോബാക്സ് ഓൾസോ. അല്ലേ, നമ്മളെ വോക്ക് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളിലും ഫ്രിക്ഷൻ ഗുണമാണെങ്കിൽ പോലും യു നോ ദാറ്റ് ഇറ്റ് ഈസ് കോസിങ് എ ലോട്ട് ഓഫ് അൺഡിസൈറബിൾ ഇഫക്ട്സ് ടു. അപ്പം മെക്കാനിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉദാഹരണത്തിന് നിങ്ങൾ സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ, ലോസ് ഓഫ് മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം, എ ബ്ലോക്ക് ഓഫ് മാസ് എം റെസ്റ്റിംഗ് ഓൺ ആൻ സ്മൂത്ത് പ്ലെയിൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലേ, സ്മൂത്ത് പ്ലെയിൻ നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഫ്രിക്ഷൻ 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും പല നമ്മളുടെ ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻസിൻ്റെ അനാലിസിസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ഫോഴ്സാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റി എപ്പോഴും നമുക്കറിയാം, വസ്തുക്കൾ എപ്പോഴും എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാവിറ്റിയുടെ പ്രസൻസ് കാരണവും ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്വതസിദ്ധമായ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ വെളിപ്പെടുന്നതിൽ നിന്നും ഗ്രാവിറ്റി, ഫ്രിക്ഷൻ മുതലായിട്ടുള്ള എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസുകളെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റേതായ ഇൻഹറൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതിൻ്റെ സ്വന്തമായ പ്രോപ്പർട്ടീസ് വെളിവാകുന്നതിൽ നിന്നും മിക്കവാറും ഇത്തരത്തിലുള്ള ഫോഴ്സുകൾ ഡിസ്റ്റർബൻസ് ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സുകളുടെ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകളുടെയൊക്കെ പ്രസൻസിൽ പരീക്ഷണം നടത്തിയാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ ആക്ച്വൽ ബിഹേവിയർ, വസ്തുക്കളുടെ മെക്കാനിക്കലായിട്ടുള്ള ആക്ച്വൽ ബിഹേവിയർ പഠിക്കാൻ വേണ്ടി നമ്മുടെ മുൻപിൽ ഉള്ള ചില ഓപ്ഷൻസ് ഇവയാണ്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫ്രിക്ഷൻ ഫ്രീ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറൺമെൻറ്റിൽ, ഒരു സാഹചര്യത്തിൽ നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതെങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഒരു വളരെ തിയററ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിളായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ സ്പേസിൽ, അല്ലേ, ഔട്ടർ സ്പേസിൽ
നമ്മൾ എന്താണ് ആസ്ട്രോനോട്ട്സിൻ്റെ റോൾ അണിഞ്ഞുകൊണ്ട് നമ്മൾ ഔട്ടർ സ്പേസിൽ നമ്മുടെ മെക്കാനിക്സിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഔട്ടർ സ്പേസിലേക്ക് പോകും തോറും അല്ലേ, നിങ്ങൾ എക്സ്റ്റേണൽ സ്പേസിലേക്ക് പോകും തോറും ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളായിട്ട് മാറുന്നു. അപ്പോൾ ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ പറ്റും. രണ്ടാമത് നമുക്കറിയാം അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന അല്ലേ, കാരണം എയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് പ്രസൻസ് ഓഫ് എയർ അത് വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഈ പറയുന്ന ഉപദ്രവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ടർ സ്പേസിൽ എക്സ്പെരിമെൻറ്റ്സ്, മെക്കാനിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ജസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എന്താണ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് തിയററ്റിക്കലി ഇതൊരു പോസിബിലിറ്റി ആണെങ്കിൽ പോലും പ്രാക്ടിക്കലി ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. യു തിങ്ക് ഓഫ് ലൈക്ക് നമ്മൾ എന്താ ഒരു മെക്കാനിക്സിൻ്റെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ടു എക്കണോമിക്കൽ മേ ബി എന്താണ് സന്തോഷ് ജോർജ് കുളങ്ങരയോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മസ്കിനെയൊക്കെ പോലെയുള്ള വളരെ മില്യണേഴ്സിനൊക്കെ പറ്റുന്ന ഒരു കാര്യം മാത്രമാണത്. സോ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. തിയററ്റിക്കൽ ഇറ്റ് ഇസ് പോസിബിൾ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എക്കണോമിക്കൽ. പ്രാക്ടിക്കൽ അല്ലാന്ന് പറഞ്ഞുകൂടാ. nothing is nothing we can label as impractical, but see that it's not economical. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മെക്കാനിക്സ് ലാബുകളിൽ നമ്മൾ ഈ ഗ്രാവിറ്റിയും ഫ്രിക്ഷൻ്റെയൊക്കെ സ്വാധീനം ഏറ്റവും കുറഞ്ഞ രീതിയിൽ സിസ്റ്റംസ് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റീവ്ലി വി വിൽ ട്രൈ ടു ഡെവലപ്പ് സം ഡിവൈസസ് which can reduce the effect of friction and gravity to minimum and is approximately able to produce ideal conditions in which you can do the experiments. അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, വാട്ട് ഈസ് നോൺ ആസ് ദ ലീനിയർ എയർ ട്രാക്ക്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ക്ലാസ്സിൽ ലീനിയർ എയർ ട്രാക്കുമായി ബന്ധപ്പെട്ട 2-3 വീഡിയോസ് നിങ്ങൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് ഒരു ലീനിയർ എയർ ട്രാക്ക് എന്ന് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെയൊക്കെയുള്ള ലാബുകളിൽ ഇത്തരം ഒരു ലീനിയർ എയർ ട്രാക്ക് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ, ഇത്തരം ഒരു ലീനിയർ എയർ ട്രാക്ക് ഒന്നും എവിടെയും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയില്ല. മേ ബി ഇൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ് മേ ബി ദെയർ, ബട്ട് നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ എന്താണ് IT ബേസ്ഡ് കാലത്ത്, ഇൻ്റർനെറ്റിൻ്റെ കാലത്തിൽ ഇത്തരം ഡിവൈസുകൾ നമുക്ക് ഹാൻഡ്സ് ഓൺ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് യു ക്യാൻ സീ all those videos. That is enough. We can replace all those things. But ടൈമിൻ്റെ സ്പേസിൻ്റെയൊക്കെ കൺസ്ട്രെയിൻസ് നമ്മൾ ടെക്നോളജി കൊണ്ട് മറികടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ലീനിയർ എയർ ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ന്യൂട്ടൻ്റെ നിയമങ്ങൾ വെരിഫൈ ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലീനിയർ എയർ ട്രാക്കിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലീനിയർ എയർ ട്രാക്ക് എന്ന് പറയുന്നത് it's actually the main part of a linear air track is actually a hollow triangular beam. You can see ഒരു പ്രിസ്മാറ്റിക് ആയിട്ടുള്ള അല്ലേ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ഹോളോ ബീമാണിത്, ഒരു പൈപ്പാണിത്. ഹോളോ ബീം ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പാണ്. ഈ പൈപ്പിൻ്റെ പ്രത്യേകത, ഈ പൈപ്പിൻ്റെ സൈഡുകളൊക്കെ ക്ലോസ്ഡ് ആണ്. സോ ഓൾ ദ സൈഡ്സ് ആർ ക്ലോസ്ഡ്. 2 സൈഡും ക്ലോസ് ആയിട്ട് ഇതിനൊരു 2 to 3 മീറ്റർ ഒക്കെ പല ലെങ്ത്തിലുള്ളത് അവൈലബിൾ ആണ്. 2 to 3 മീറ്റർ ജസ്റ്റ് ലെങ്ത് ഉണ്ടാവും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സർഫസിൽ 2 സർഫസ് അല്ലേ പ്രിസ്മാറ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡുകളിൽ, ഇൻക്ലൈൻഡ് സൈഡുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാൻ വളരെ ചെറിയ ഹോളുകൾ ഡ്രിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയ ഹോളുകൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്. സീരീസ് ആയിട്ട് കുറേ ഹോൾസ് ഡ്രിൽ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഹോളുകൾ ഡ്രിൽ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എൻക്ലോഷറിലേക്ക് ഒരു കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് എയർ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു, കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം കംപ്രസർ എന്താ ചെയ്യുന്ന എയറിനെ ഹൈ പ്രഷറിൽ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇൻലെറ്റ് വഴി ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക്, ഈ ട്രയാങ്കുലർ ഹോളോ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇത് എയർ കടത്തിവിടും. എയർ കടത്തിവിടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിനൊരു ഔട്ട്ലെറ്റും ഉണ്ടാവും. സോ ദർ ബി ആൻ ഔട്ട്ലെറ്റ് ഓൾസോ, മേ ബി ഓൺ ദ അതർ എൻഡ്. യു ക്യാൻ ജസ്റ്റ് പ്രിസ്യൂം ദാറ്റ് ദർ ഈസ് ആൻ ഔട്ട്ലെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എയർ ഇതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ഈ ചെറിയ ഫൈൻ ഹോൾസിലൂടെ അല്ലേ, ഈ ഫൈൻ ഹോൾസിലൂടെ 2 സൈഡിലും ഉണ്ടാവും. ഫൈൻ ഹോൾസിലൂടെ എയറിൻ്റെ ജെറ്റ്സ് പുറത്തേക്ക് വരും. ഇത് ഏതുപോലെ നിങ്ങൾക്ക് വളരെ മനസ്സിൽ കാണാൻ വളരെ എളുപ്പമുണ്ട്. നിങ്ങൾ സാധാരണ ഒരു LPG സ്റ്റൗവിൻ്റെ അല്ലേ, അതാണ് ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ള ഒരു
എക്സാമ്പിൾ ആയിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു LPG സ്റ്റൗവിൻ്റെ ബേണർ നിങ്ങൾ ഓർത്താൽ മതിയാവും. ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം തിങ് ബട്ട് ഇറ്റ് ഷേപ്പ് ഈസ് നോട്ട് സർക്കുലർ, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഒരു LPG സ്റ്റൗവിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ ബേണറിൽ എന്തുണ്ടാവും, വളരെ ചെറിയ ഹോളുകൾ, വളരെ ക്രമീകരിച്ചിരിക്കുന്ന ഹോളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്യാസ് സ്റ്റൗവിൽ അല്ലേ, ഗ്യാസ് സ്റ്റൗവിൽ നിങ്ങൾ പിന്നെ ഗ്യാസ് LPG കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ ഹോളുകളിലൂടെയാണ് ഗ്യാസ് ജെറ്റ് ഓഫ് LPG പുറത്തേക്ക് വരുന്നു, അത് കമ്പഷന് വിധേയമാവുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലെയിംസ് കിട്ടുന്നത്. സമാനമായ സാഹചര്യത്തിൽ ഇവിടെ തീ പിടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് എയർ ജെറ്റുകൾ അല്ലേ, എയർ ജെറ്റ്സ് ഇതിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വളരെ ചെറിയ എയർ ജെറ്റ്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. വി ഹാവ് വാട്ട് ഈസ് കോൾഡ് എ റൈഡർ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വി ഷേപ്ഡ് അല്ലേ, ഇവിടെ ഒരു വി ഷേപ്പ് ആയിട്ടുണ്ടാവുക. സോ റൈഡർ ഉണ്ട്. ഈ റൈഡർ ഇറ്റ് വിൽ ബി ഹാവിങ് സം മാസ്. ഇതൊരു മാസ് M ഉള്ള ഒബ്ജക്റ്റിന് പകരമായിട്ടാണ് ഈ റൈഡർ ഇവിടെ ഉപയോഗിക്കുന്നത്. റൈഡർ അഥവാ ഗ്ലൈഡർ എന്നൊക്കെ വിളിക്കാം കേട്ടോ. തെന്നി നീങ്ങുന്ന ഒന്ന്, അതാണ് ഇവിടെ ഗ്ലൈഡർ എന്ന് വിളിക്കാൻ കാരണം. റൈഡർ എന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു അല്ലേ, ഒരു ജസ്റ്റ് ലൈക്കിനോ ഒരു കുതിരപ്പുറത്ത് ഒരു ആള് ഇരിക്കുന്ന പോലെ, റൈഡ് ചെയ്യുന്ന പോലെ. സോ ഇറ്റ് ജസ്റ്റ് ലൈക്ക് റൈഡർ അഥവാ ഗ്ലൈഡർ എന്ന് വിളിക്കാം. ഒരു ഗ്ലൈഡർ ഉണ്ട്. ഇത് അത്യാവശ്യം മാസ് ഉള്ള ഗ്ലൈഡറാണ്. ഇങ്ങനെയുള്ള അനവധി ഗ്ലൈഡറുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ അവൈലബിൾ ആണ്. വ്യത്യസ്ത മാസുകളുള്ള ഗ്ലൈഡറുകൾ, M മാസുള്ള ഗ്ലൈഡർ ഉണ്ടാവാം ഒരു സെറ്റിൽ, 2M മാസുള്ള മറ്റൊരു ഗ്ലൈഡർ ഉണ്ടാവാം. സോ ദാറ്റ് യു ക്യാൻ റിപ്പീറ്റ് എക്സ്പീരിയൻസ് വിത്ത് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. ഇനി എന്താണ് പറ്റുക നിങ്ങൾ മനസ്സിൽ കാണാൻ പറ്റും. എന്താണ് ഈ കംപ്രസ്ഡ് എയറിലൂടെ കടത്തി വിടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ സർഫസിലൂടെ ഈ ജെറ്റ് ഓഫ് എയർ പുറത്തേക്ക് വമിക്കാൻ തുടങ്ങും, പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഗ്ലൈഡറിൻ്റെയും അല്ലേ, ഈ ഗ്ലൈഡറിൻ്റെയും അതുപോലെ ഈ നമ്മുടെ എന്താണ് ഹോളോ ട്രയാങ്കുലർ ബീമിൻ്റെയും ഇടയ്ക്ക് ഈ എയർ ജെറ്റ് ഒരു ചെറിയ എയർ കുഷ്യൻ ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ കുഷ്യൻ ഓഫ് എയർ കുഷ്യൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ എയർ കുഷ്യൻ കാരണം എന്താ സംഭവിക്കുക, നമ്മുടെ റൈഡർ അഥവാ ഗ്ലൈഡർ ഈ ബീമിൻ്റെ സർഫസിൽ നിന്നും ഒരിത്തിരി ഉയർന്ന്, ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കൊരു വളരെ ലൂബ്രിക്കൻ്റ് പോലെ, എയർ ഈസ് എ വെരി ഗുഡ് ലൂബ്രിക്കൻ്റ്. അപ്പോൾ ഒരു ലൂബ്രിക്കൻ്റ് പോലെ ആയിട്ട് എയർ കുഷ്യൻ്റെ മുകളിൽ ഒരു അല്പം ഉയർന്നായിരിക്കും ഈ എന്താണ് നമ്മുടെ റൈഡർ നിലകൊള്ളുക. മീൻസ് ഇറ്റ് ബി ജസ്റ്റ് ലൈക്ക് ഫ്ലോട്ടിങ് എ ബിറ്റ് അബവ് ദ ട്രയാങ്കുലർ ബീം. അപ്പോൾ ഇത് കാരണം എന്താ ഗുണം എന്നൊക്കറിയാം. ദ റൈഡർ ക്യാൻ മൂവ് വിത്തൗട്ട് ഫ്രിക്ഷൻ. എന്നൊക്കറിയാം, സ്ലൈഡിങ് കൊണ്ടുണ്ടാവുന്ന ഫ്രിക്ഷൻ ഒഴിവാക്കി കിട്ടും. ബിക്കോസ് ദ റൈഡർ ക്യാൻ ജസ്റ്റ് മൂവ് on this particular triangular beam without friction or without the effect of gravity also. എന്തുകൊണ്ടാണ് ഈ വിത്തൗട്ട് ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? കാരണം തീർച്ചയായിട്ടും ഇതിന് മുകളിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഗ്രാവിറ്റി കൊണ്ടുള്ള ഇഫക്റ്റിനെ നെഗ്ലിജിബിൾ ആക്കി മാറ്റുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഈ അറേഞ്ച്മെൻറ്റ് മുഴുവൻ മറ്റ് ചില പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം ബൈ യൂസിങ് സം സ്ക്രൂസ് ആൻഡ് ലെവലിംഗ് സ്ക്രൂസ്. നമ്മളിത് എവിടെയാണോ ഈ അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യുന്നത്, ആ അപ്പാരറ്റസ് ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഈ അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ലെവലിംഗ് സ്ക്രൂസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം മുഴുവനായി പെർഫെക്റ്റ്ലി ലെവൽ ആണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ പറയുന്ന ട്രയാങ്കുലർ ബീമും റൈഡറും അടങ്ങുന്ന ഈ പ്ലാറ്റ്ഫോം മുഴുവൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായ രീതിയിൽ ഈ ലെവലിംഗ് സ്ക്രൂസ് ഉപയോഗിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സ്പിരിറ്റ് ലെവലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതറിയും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഇഫ് യു കീപ് ദ റൈഡറിനെ നമ്മൾ ഇവിടെ വെച്ചു എന്ന് കരുതുക. സപ്പോസ് ദാറ്റ് യു ആർ കീപ്പിംഗ് ദ റൈഡർ അറ്റ് സം ലൊക്കേഷൻ ഓവർ ദ പർട്ടിക്കുലർ ട്രയാങ്കുലർ ബീം. ഇനി ഈ ബീം ലെവൽ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ റൈഡർ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കോ അല്ലെ എങ്ങോട്ടേക്കാണോ ചെരിവുള്ളത് ആ ചെരിവിലേക്ക് പതുക്കെ നിരങ്ങി നീങ്ങും. പക്ഷേ ഇത് ലെവലാണ് എങ്കിൽ എവിടെയാണോ നമ്മുടെ ഈ ഗ്ലൈഡർ അല്ല റൈഡർ വയ്ക്കുന്നത് അവിടെ തന്നെ അത് എന്ത് ചെയ്യും, എയർ കുഷൻ ഉണ്ടെങ്കിൽ പോലും, എയർ ജെറ്റ് കൊടുത്താൽ പോലും ഇതിവിടെ ഉയർന്നിങ്ങനെ നിൽക്കുകയുള്ളൂ. സോ ഇറ്റ് വിൽ നോട്ട് മൂവ്. സോ അത് എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ ഇതിനൊരു ചെരിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് താഴേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എയർ കുഷൻ വന്നു കഴിയുമ്പോൾ ഫ്രീ ആയി കഴിയുമ്പോൾ അത് എവിടെയാണോ ചെരിവുള്ളത് അങ്ങോട്ടേക്ക് നിറങ്ങി സ്മൂത്തായിട്ട് മൂവ്. അങ്ങനെ മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലെവലിംഗ് സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി കൊണ്ടുണ്ടാവുന്ന യാതൊരു ഫോഴ്സ് കമ്പോണൻറ്റും ഇതിനെ മൂവ് ചെയ്യിക്കാത്ത വിധത്തിൽ നമ്മൾ ഇതിനെ ലെവൽ ചെയ്തിരിക്കും. അപ്പോൾ നോക്കുക, നമ്മുടെ ലീനിയർ എയർ ട്രാക്ക് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മുൻപ് പറഞ്ഞ മെക്കാനിക്കൽ എക്സ്പെരിമെൻറ്റ്സ് നേരിടുന്ന രണ്ട് വിഷമങ്ങളെയും മറികടക്കാൻ ശ്രമിക്കും. എങ്ങനെയൊക്കെയാണ്? ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ജെറ്റിൻ്റെ ഒരു കുഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഗ്രാവിറ്റിയുടെ ഒരു കമ്പോണൻറ്റ് ഒരിക്കലും ഇതിനെ മൂവ് ചെയ്യിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ലീനിയർ എയർ ട്രാക്ക് അറേഞ്ച്മെൻറ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, സോ ഇതാണ്. സോ ബൈ യൂസിങ് ലീനിയർ എയർ ട്രാക്ക്
അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ലീനിയർ എയർ ട്രാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാബിൽ നിയമങ്ങൾ, മെക്കാനിക്കൽ എക്സ്പെരിമെൻറ്റ്സ്, ന്യൂട്ടോണിയൻ നിയമങ്ങളൊക്കെ, കൊളിഷൻ നിയമങ്ങളടക്കം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ആശയം. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ നിയമങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു വസ്തുവിൻ്റെ മോഷൻ, okay, if you have to describe the motion of an object, then we need to have a coordinate system. So a coordinate system is necessary. Okay, coordinate system is necessary to describe ഇത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്, the motion. A coordinate system is necessary to describe the motion. നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ മറ്റൊരു പേര് വിളിച്ചത് ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലേ? അതിന് കാരണം നമ്മൾ പറഞ്ഞു. എന്താ കാരണം? ദ റീസൺ ഈസ് ദാറ്റ് മോഷൻ ഈസ് ഓൾവേസ് റിലേറ്റീവ്. മോഷൻ ഈസ് റിലേറ്റീവ്, അല്ലേ? മോഷൻ റിലേറ്റീവ് ആണ്, അല്ലേ? ചലനം ആപേക്ഷികമാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അല്ലേ? മോഷൻ ഈസ് റിലേറ്റീവ്. മോഷൻ റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ആധാരം വേണം. ഓക്കെ, ഓർ വി ഓൾവേസ് നീഡ് ടു ഹാവ് സം ഫ്രെയിം ഓഫ് റെഫറൻസ്, അല്ലേ? റെഫറൻസ് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ അടിസ്ഥാനമാക്കുന്നത് അതിനെയാണ്. സോ വി നീഡ് ടു ഹാവ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഓർ എ കോർഡിനേറ്റ് സിസ്റ്റം ടു ഹാവ് എ സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് എനി ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ ലീനിയർ എയർ ട്രാക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസിനെ പറ്റി, അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റി ആലോചിക്കാൻ പറ്റും. ഒന്ന്, ഒരു ചോയ്സ് ഇതാണ്, രണ്ട് രീതിയിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് നമ്മൾ പറയുകയാണ്. ഒന്ന്, ദ കോർഡിനേറ്റ് സിസ്റ്റം മേ ബി ഫിക്സഡ് ഓൺ ദ ട്രാക്ക്, അല്ലേ? അപ്പോൾ ഈ ട്രാക്കുമായിട്ട് ഫിക്സ് ചെയ്ത ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ചിന്തിക്കാം. ഫിക്സഡ് ടു ദ ട്രാക്ക്. കോർഡിനേറ്റ് സിസ്റ്റം മേ ബി ഫിക്സഡ് ടു ദ ട്രാക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി, അല്ലേ? ട്രാക്ക് സ്റ്റേഷനറി ആണ്. അപ്പോൾ ഒരു സ്റ്റേഷനറി ട്രാക്കിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ റൈഡറിൻ്റെ മൂവ്മെൻറ്റ് ഒരു പഠിക്കുന്നു എന്ന് കരുതുക. സോ രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക്. അതാണ് രണ്ടാമതൊരു ഓപ്ഷൻ. ഓക്കെ, ഒന്നുകിൽ ഫിക്സഡ് ടു ദ ട്രാക്ക്. ഫിക്സഡ് ടു ദ ട്രാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് കോർഡിനേറ്റ് സിസ്റ്റം വിൽ ബി ഈക്വൽ ടു 0. ഇനി രണ്ടാമതുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ യൂസ് എ കോർഡിനേറ്റ് സിസ്റ്റം that is moving uniformly. Okay, uniformly here means what? With the constant velocity. Is not moving uniformly. Uniformly എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് with constant velocity എന്നാണ്. ഓക്കെ, ഇതൊരു വൺ ഡയമെൻഷണൽ എക്സ്പെരിമെൻറ്റിന് അനുയോജ്യമായ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. സോ ലീനിയർ എയർ ട്രാക്ക് എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ് ക്യാൻ മൂവ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനിലൂടെ മാത്രമല്ല ഇത് മൂവ് ചെയ്യുള്ളൂ. യു ക്യാൻ ഓൾസോ തിങ്ക് അബൌട്ട് ദ സിമിലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ടു ഡയമെൻഷണൽ പ്ലെയിൻസ് വെയർ യു ക്യാൻ ഡു ദ സെയിം തിങ്. ഓക്കെ, നമുക്കൊരു എന്താണ് ടു ഡയമെൻഷണൽ പ്ലെയിനിൻ്റെ മുകളിലും സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വി അസ്യൂം ദാറ്റ് വാട്ട് എവർ ഈസ് ട്രൂ ഫോർ വൺ ഡയമെൻഷൻ വിൽ ബി ട്രൂ ഫോർ വാട്ട് 2 and 3 dimensions. Okay, but moving uniformly with respect to the track. So a coordinate system moving uniformly with respect to the track. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏതൊരു കേസ് ആയാലും, ഞാൻ പറഞ്ഞ ഒന്നാമത്തെ സാഹചര്യമായാലും, ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാലും സെക്കൻഡ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാലും നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. വിൽ കോൾ ദിസ് കോർഡിനേറ്റ് സിസ്റ്റം ബോത്ത് ദ കേസസ് വിൽ ഡിസ്ക്രൈബ് അസ് ആൻ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് മുൻപ് ഉപയോഗിച്ചിരുന്നു. സെയിം കാര്യം തന്നെയാണ് ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം, ഓർ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ആൻ ഇനേർഷ്യൽ സിസ്റ്റം എന്നാണ് വിളിക്കുക. ഓക്കെ, പ്രത്യേകത ഇതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു അൺഡിസ്റ്റർബ്ഡ് റൈഡർ എന്ന് പറഞ്ഞാൽ ഈ റൈഡറിൻ്റെ മുകളിൽ മറ്റ് ബാഹ്യബലങ്ങളുടെ ഒന്നും ഇൻഫ്ലുവൻസ് ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയിൽ. ഓക്കെ, ദ അൺഡിസ്റ്റർബ്ഡ് റൈഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് ഓൾറെഡി നെഗ്ലിജിബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്, ഫ്രിക്ഷൻ്റെ ഇഫക്റ്റ് നെഗ്ലിജിബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തുനിന്നും പുഷ് ചെയ്യാത്ത അവസ്ഥയിൽ an undisturbed rider will be moving with a constant velocity. ഓക്കെ, എന്ന് പറഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്.
ഒന്നുകിൽ ഈ റൈഡർ റെസ്റ്റിലിരിക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ ആ റൈഡർ അവിടെ റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഓക്കെ, സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ വിത്ത് റെസ്പെക്ട് ടു ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇവിടെ ഒരു ട്രാക്കിൽ, നമ്മുടെ ലീനിയർ ട്രാക്കിൽ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ്ഡ് ആണെന്ന് കരുതുക. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഫിക്സ്ഡ് ആയിരിക്കും. ഇനി അല്ല എങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈ റൈഡറിന് നമ്മൾ തുടക്കത്തിൽ ഒരു ചെറിയ ജെന്റിൽ പുഷ് കൊടുത്തു എന്ന് കരുതുക. ഒരു ജെന്റിൽ പുഷ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചലിപ്പിക്കുന്നില്ല. മീൻസ് ദർ ഇസ് നോ എനി കണ്ടിന്യൂസ് ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ്. വി ഹാവ് ഗിവൺ എ ജെന്റിൽ പുഷ് ഓൺ ദ റൈഡർ ആൻഡ് ദെൻ thereafter we have let it to go. ഓക്കെ, അപ്പോൾ നമുക്കറിയാം തുടക്കത്തിൽ കിട്ടിയ ബലത്തിന് ശേഷം ആ വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിൽ കൂടെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മോഷൻ യൂണിഫോം മോഷൻ ആയിരിക്കും. ഇറ്റ് ബി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വെലോസിറ്റി. കോൺസ്റ്റന്റ് ആയിട്ട് ഇത് മൂവ് ചെയ്യും. കാരണം 1 ഡയമെൻഷനിലാണ്, ഡയറക്ഷൻ മാറാനുള്ള സാധ്യതയില്ല. അതിൻ്റെ അടുത്ത് ഇതിൻ്റെ സ്പീഡും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാലും ഏതൊക്കെയാണ്? എ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഇസ് ഫിക്സഡ് ടു ദ ട്രാക്ക്, മീൻസ് എ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഇസ് അറ്റ് റെസ്റ്റ് എന്ന് ഓർത്താൽ മതി. അറ്റ് റെസ്റ്റ്, കോർഡിനേറ്റ് സിസ്റ്റം അറ്റ് റെസ്റ്റ്. അല്ല എങ്കിൽ ദർ ക്യാൻ ബി എ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് മൂവ്സ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക്. ഓക്കെ, ഇതിന് പാരലായിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നു. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സർവർ ആണെന്ന് ഞാൻ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാലും കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാലും ഫിസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു ഒബ്സർവർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവർ എന്നുള്ളതിന് പകരം മെക്കാനിക്കലായിട്ട് അതിന് നമുക്കൊരു ക്യാമറ എന്ന് പറയാം. ഒരു ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയാൽ മതി അല്ലേ. ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ. കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് ഈ ലീനിയർ എയർ ട്രാക്കിന് പാരലായിട്ട് മറ്റൊരു ട്രാക്ക് ഉണ്ടെന്ന് കരുതുക. ആ ട്രാക്കിലൂടെ ഈ മാസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ക്യാമറ മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാമറയുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ ഈ ക്യാമറ ഈ വസ്തുവിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സാഹചര്യം, കോർഡിനേറ്റ് സിസ്റ്റം മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ദ ട്രാക്ക്. ഇനി രണ്ട് കേസിലും ഒബ്സർവറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അൺഡിസ്റ്റർബ്ഡ് റൈഡർ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്നു എന്നാവാം, അല്ലെങ്കിൽ അത് റെസ്റ്റിലാണെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വാട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഒരു അൺഡിസ്റ്റർബ്ഡ് റൈഡറിനെ പറ്റി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകാൻ സാധ്യമാവണമെങ്കിൽ നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റം ഒന്നുകിൽ എന്തായിരിക്കണം? അറ്റ് റെസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് സിസ്റ്റം ഷുഡ് ബി മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് ഒബ്ജക്റ്റ്. ഓക്കെ, മൂവിങ് യൂണിഫോംലി വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ വെലോസിറ്റി ഈസ് വാട്ട്? ദ വെലോസിറ്റി ഈസ് എ വി ഈസ് ഈക്വൽ ടു വാട്ട്? കോൺസ്റ്റന്റ്. നമുക്കറിയാം വെലോസിറ്റി 0 ആണെങ്കിലും വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിലും നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ ആക്സലറേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കുന്നത്. സോ ഇനേർഷ്യൽ സിസ്റ്റംസ് ആർ നോൺ ആക്സലറേറ്റഡ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, അല്ലെ നോൺ ആക്സലറേറ്റഡ് സിസ്റ്റത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇനേർഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആക്സലറേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നതിന് പകരം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നോ കോർഡിനേറ്റ് സിസ്റ്റം എന്നോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ ഹിയർ. ദ ലോസ് ഓഫ് ഫിസിക്സ് വിൽ ബി ഹാവിങ് യൂണിഫൈഡ് ഫോം when you describe it using inertial frame of reference. ഇവിടെ ന്യൂട്ടൻ്റെ നിയമങ്ങളൊക്കെ എന്തായിരിക്കും? നമ്മൾ മുമ്പ് കണ്ടിരുന്നു അല്ലേ? ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളൊക്കെ അതേപടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം ഓഫ് റെഫറൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് വിളിക്കാം. സോ നമ്മുടെ ബേസിക് അസംപ്ഷൻ ഇതാണ്: ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു ഫൈൻഡ് എ ഫ്രെയിം ഓഫ് റെഫറൻസ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് an isolated body will move uniformly എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു. എന്താണ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒന്നും ഇഫക്റ്റ് ഇല്ലാത്ത ഒരു ബോഡി. ഓക്കെ, സോ ഡിവോയ്ഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇതാണ് നമ്മൾ ഐസൊലേറ്റഡ് ബോഡി. എക്സ്റ്റേണൽ ഫോഴ്സസ് ആബ്സെൻറ്റ് ഓർ ഫ്രീ ഫ്രം, അങ്ങനെ പറയാം അല്ലേ? ഫ്രീ ഫ്രം എക്സ്റ്റേണൽ ഫോഴ്സസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഐസൊലേറ്റഡ് ബോഡി എന്താണ്? യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഇല്ലാതെ, അല്ലേ? ഐസൊലേറ്റഡ് ബോഡി
will move with zero acceleration with respect to certain frames. ചില ഫ്രെയിംസിൽ അത്തരത്തിലുള്ള ഫ്രെയിമുകൾ ഉണ്ട് എന്നുള്ളതാണ് ന്യൂട്ടോണിയൻ നിയമത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അസംഷൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺ ഈസ് ഓൾസോ നോൺ ആസ് ദ ലോ ഓഫ് ഇനേർഷ്യ. കാരണം ഫസ്റ്റ് ലോ പറയുന്നത് ഇത്തരത്തിലുള്ള ഇനേർഷ്യൽ ഫ്രെയിമുകൾ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദ ഫസ്റ്റ് ലോ പ്രെഡിക്ട്സ് ആക്ച്വലി ദ എക്സിസ്റ്റൻസ് ഓഫ് ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. നമുക്ക് എപ്പോഴും ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷൻ 0 എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഫ്രെയിമുകളെ പറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ദോസ് ഫ്രെയിംസ് ഇൻ വിച്ച് ദ ആക്സലറേഷൻ ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് 0 ഈസ് വാട്ട് ഈസ് നോൺ ആസ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ പല രീതിയിൽ ഇനേർഷ്യൽ ഫ്രെയിമിനെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അന്തസത്ത ഇതാണ്, ന്യൂട്ടോണിയൻ ചലന നിയമങ്ങൾ ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ അപേക്ഷിച്ചാണോ അല്ലെങ്കിൽ ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ അപേക്ഷിച്ചാണോ കറക്റ്റായ റിസൾട്ടുകൾ തരുന്നത്, അത് പ്രെഡിക്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തരുന്നത്, അത്തരത്തിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസുകളെ, അത്തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നൗ അങ്ങനെയെങ്കിൽ എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത്? So it should be a coordinate system accelerating with respect to the track. നമ്മുടെ കേസിലാണെങ്കിൽ എന്താണ്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. ആ കോർഡിനേറ്റ് സിസ്റ്റം നമ്മുടെ ട്രാക്കിനെ, ഓക്കെ, നമ്മുടെ ലീനിയർ എയർ ട്രാക്കിനെ അപേക്ഷിച്ച് ആക്സലറേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഇവിടെയുള്ള ഈ നമ്മുടെ ക്യാമറ അല്ലേ, ഈ ക്യാമറ എന്താണ്, സപ്പോസ് ദാറ്റ് ഈ വെലോസിറ്റി ഓഫ് ദ ക്യാമറ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുക. രണ്ട് രീതിയിൽ മാറാം, ഒന്നുകിൽ അതിൻ്റെ ഡയറക്ഷൻ മാറാം അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് മാറാം. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റിയുള്ള ഒരു ഫ്രെയിമിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ റൈഡറിൻ്റെ മൂവ്മെൻറ്റിനെ പഠിക്കാൻ നോക്കുന്നു. റൈഡർ ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, പക്ഷെ നമ്മൾ റൈഡറിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവർ എന്താണ്, ആക്സലറേറ്റിംഗ് ആണ്. സോ ആക്സലറേറ്റിംഗ് ഒരു ഫ്രെയിമിൽ നിന്നും നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ പാലിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. യു വിൽ ബി ഗെറ്റിംഗ് സം റിസൾട്ട് വിച്ച് ഈസ് വാട്ട് എഗെയിൻസ്റ്റ് ദ ന്യൂട്ടൺസ് പ്രഡിക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സലറേറ്റഡ് ഫ്രെയിമുകളെയാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. സോ ആക്സലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ പല രീതിയിൽ അതിനെ പറയാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻ ഇതാണ്. സോ ദോസ് ഫ്രെയിംസ് which has got a non-zero acceleration are known as what? Non-inertial frame of reference. Or you can say that those frames of reference with respect to which the Newton's laws of motion do not hold good. അല്ലേ, ഏതൊരു ഫ്രെയിമിനെ അപേക്ഷിച്ചാണോ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ കൃത്യമായ റിസൾട്ട് നൽകാത്തത്, അവിടെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പാലിക്കപ്പെടാത്തത്, അത്തരത്തിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്, നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നമ്മളിനി ഓർക്കേണ്ട ഒരു കാര്യം, ന്യൂട്ടൻ്റെ നിയമങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഒരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് ഉറപ്പുവരുത്തണം. ഐ റിപ്പീറ്റ് ഇറ്റ്, ബിഫോർ വി begin to apply the Newton's laws of motion to any mechanical system, we have to verify or ensure that the measurements are done with respect to an inertial frame of reference. ഒരു inertial frame of referenceൽ നിന്നും എടുക്കപ്പെടുന്ന മെഷർമെൻറ്റുകൾ മാത്രമേ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ യാതൊരുവിധ വേരിയേഷനും കൂടാതെ അപ്ലൈ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് മെഷർമെൻറ്റുകൾ എടുക്കാൻ പറ്റണമെന്നില്ല. മിക്ക സാഹചര്യങ്ങളിലും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, ഒരു കാര്യം ഓർത്താൽ മതി, ഞാൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്, അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അതേപടി അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ റിയാലിറ്റിയുമായിട്ട് അടുത്തുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തറിയണം, ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നാണ്, ഒരു ആക്സലറേറ്റഡ് ഫ്രെയിമിൽ നിന്നാണ് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്കിൽ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾക്ക് എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടത് എന്നറിഞ്ഞിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ നിങ്ങൾക്ക്
ചെറിയ മോഡിഫിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നോൺ ഇനേർഷ്യൽ ചെയ്യാൻ പറ്റും. നമ്മൾ അതാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന മിക്ക സാഹചര്യങ്ങളും ഇനേർഷ്യൽ ഫ്രെയിം വെച്ചാണ് നമ്മൾ ന്യൂട്ടോണിയൻ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിലെങ്കിലും നോൺ ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ നിന്നും, അതായത് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയും നമുക്ക് റിയാലിറ്റിയിലേക്ക് എത്തുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് നോ ഹൗ ടു മോഡിഫൈ ദ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ സോ ദാറ്റ് വി ആർ ഏബിൾ ടു റീച്ച് ദ റിയാലിറ്റിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്ന് അറിയണം. ഓക്കെ, അവിടെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് എത്തിച്ചേരുക. ഞാൻ അതിനെ പറ്റിയിട്ട് അടുത്തൊരു സെഷനിൽ നിങ്ങളോട് ബ്രീഫ് ചെയ്യാം. സോ എനിവേ, ദ എയിം ഓഫ് ദിസ് സെഷൻ വാസ് ടു ഇൻട്രൊഡ്യൂസ് the idea of linear air track and also to tell you about the two types of coordinate systems or frames of reference, namely the inertial frames of reference and the non-inertial frames of reference. So the conclusion is like this: any frame of reference or any coordinate system which is either at rest or moving with uniform velocity can be treated as an inertial frame of reference. Newton's laws of motion hold good without any modification in these frames of reference. Whereas, if the frame of reference or the coordinate system is an accelerated one, how can they accelerate? Either due to a change in speed or due to a change in direction or due to both. So, if the frame of reference is having an acceleration, then those frames of reference are known as non-inertial frame of reference. So the measurements taken with respect to those frames of reference cannot be expected to obey the Newton's laws of motion as such. We will have to make certain modification in the Newton's laws of motion so that they are apt or they are suitable to give you the physical reality. Okay, that's about the two types of frames of reference. We will continue our discussion of Newton's laws of motion verification through experiments in the next video. Thank you.